ഹലോ ആൻഡ് വെൽക്കം ടു കോട്ടയം സിവിൽ സർവീസസ് അക്കാഡമി. നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്നറിയപ്പെടുന്ന ഒരു നിയമം. ഇതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ, കഴിഞ്ഞ ദിവസം 3 വരുന്ന ലോക്സഭാ MP-മാർക്കെതിരെ ആന്റി ഡിഫെക്ഷൻ ലോയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പം ആന്റി ഡിഫെക്ഷൻ ലോ നമ്മുടെ ഇന്ത്യൻ പോളിറ്റിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പോളിറ്റി എന്ന സബ്ജക്റ്റിനുള്ളിൽ വരികയും അത് നമുക്ക് പ്രിലിമിനറിക്കും മെയിൻസ് എക്സാംസിനും വളരെ പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ നൽകാൻ സാധ്യതയുമുള്ള ഭാഗമാണ് ആന്റി ഡിഫെക്ഷൻ ലോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ആന്റി ഡിഫെക്ഷൻ ലോ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡിഫെക്ഷൻ എന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇവിടെ ഒരുപാട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് CPM തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്, ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന ഒരു രാജ്യം. അതായത് ഇന്ത്യ ഒരു മൗലികമായ അവകാശങ്ങൾ ഉള്ള പോലെ തന്നെ എന്താണ്, വ്യക്തികൾക്ക് അസോസിയേഷനിൽ ജോയിൻ ചെയ്യുവാനും അസോസിയേഷൻ രൂപീകരിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടികളിൽ ജോയിൻ ചെയ്യാനും ജോയിൻ ചെയ്യാതിരിക്കാനുമുള്ള, ചേർന്ന് പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും ചേരാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട്. എന്നാൽ ഈ ഡിഫെക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കറപ്ഷന്റെ ഒരു കാരണമായിരുന്നു. അല്ലെങ്കിൽ ഡിഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു കറപ്ഷൻ എന്ന ഒരു മെനസിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ട്രിഗറിങ് ഫാക്ടറായിരുന്നു. എന്തായിരുന്നു ഇതിനുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 പൊളിറ്റിക്കൽ പാർട്ടിയെ നമുക്ക് തൽക്കാലത്തേക്ക് എടുക്കാം. പൊളിറ്റിക്കൽ പാർട്ടി A എന്നും B എന്നും പേരുള്ള 2 പൊളിറ്റിക്കൽ പാർട്ടി. ഈ പൊളിറ്റിക്കൽ പാർട്ടി എയിൽ കുറെ ആൾക്കാരുണ്ടാവും, പൊളിറ്റിക്കൽ പാർട്ടി ബിയിലും കുറെ ആൾക്കാർ മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും. അവരിൽ കുറെ ആളുകൾക്ക് പാർട്ടി ടിക്കറ്റുകൾ കൊടുക്കും, കോൺടെസ്റ്റുകൾ നടത്തും, അല്ലെങ്കിൽ ഇലക്ഷനിൽ മത്സരിപ്പിച്ച് ജയിക്കുകയും തോൽക്കുകയും ചെയ്യാം. ഏകദേശം എന്താണ്, എന്ത് അവസ്ഥയാണെങ്കിലും ശരി, സംസ്ഥാന അല്ലെങ്കിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് 50%-ലധികം സീറ്റുകളുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മാത്രമാണ് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റുക. അതായത് ടോട്ടൽ 50 സീറ്റുകൾ ഉള്ള ഒരാളാണെങ്കിൽ, 100 സീറ്റുകളുള്ള ഒരു പൊളിറ്റിക്കൽ ഹൗസ് ആണെങ്കിൽ, അസംബ്ലി ആണെങ്കിൽ, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, അതിന്റെ 50%, അതായത് 50%-ൽ അധികം സീറ്റുകളുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അവർക്ക് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോം ചെയ്യാൻ ഉള്ള അവകാശമുള്ളൂ. ഇപ്പം നമുക്കിവിടെ ഒരു കണക്കാക്കി എടുക്കാം. പൊളിറ്റിക്കൽ പാർട്ടി A ഒരു നാരോ എസ്കേപ്പ് ആയിട്ട് 51 സീറ്റുകളുമായി പൊളിറ്റിക്കൽ പാർട്ടി A ഗവൺമെന്റ് ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. പൊളിറ്റിക്കൽ പാർട്ടി Bക്ക് 49 സീറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ചില സാഹചര്യങ്ങൾ, അതായത് ഓരോ വ്യക്തികൾക്കുമുള്ള പൊളിറ്റിക്കൽ ആസ്പിറേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം. ചില ആളുകൾക്ക് മിനിസ്റ്റർ ആവണം, ചില ആളുകൾക്ക് മിനിസ്റ്റർ ആയാൽ മാത്രം പോരാ, ചീഫ് മിനിസ്റ്റർ ആവണം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ എല്ലാ ഇൻഡിവിജ്വൽസിലും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നേതാവിന്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം എന്ത് ചെയ്തു, പൊളിറ്റിക്കൽ പാർട്ടി A ടിക്കറ്റ് കൊടുത്തു, അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹം വിജയിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സേഫ് ആണ്, 51 സീറ്റാണ്, അദ്ദേഹത്തിന് മന്ത്രിയാകാം. എന്നാൽ പൊളിറ്റിക്കൽ പാർട്ടി ബിയിൽ ഇതേ സെയിം സാഹചര്യം ആപ്ലിക്കബിൾ ആണ്. ഇവർ പൊളിറ്റിക്കൽ പാർട്ടി ബി പേഴ്സൺ എ എന്നൊരാൾക്ക് എന്ത് കൊടുത്തു, പാർട്ടി സീറ്റ് കൊടുത്തു, അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ജയിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, അദ്ദേഹം ജയിച്ചു, എന്നാൽ പാർട്ടിക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന് മിനിസ്റ്റർ ആവണം എന്ന ആഗ്രഹം കലശലായി നിൽക്കുന്നു. സോ ഇദ്ദേഹത്തിന് കുറച്ച് അനുയായികളുണ്ട്, ഒരു 5 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട്, പറഞ്ഞതിന് അല്ലെങ്കിൽ ഒരു അംഗം ബലം കൂട്ടിക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, പൊളിറ്റിക്കൽ പാർട്ടി എയിലേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, മാറുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇദ്ദേഹം ഈ പൊളിറ്റിക്കൽ പാർട്ടി ബിയുടെ മെമ്പർഷിപ്പ് രാജിവെക്കുന്നു, പൊളിറ്റിക്കൽ പാർട്ടി എയിൽ ജോയിൻ ചെയ്യുന്നു, അദ്ദേഹത്തിന് മിനിസ്റ്റർ ആകാൻ സാധിക്കുന്നു. അപ്പോൾ ഇവർക്ക് എത്രയായി, ഈ ഇദ്ദേഹത്തെ കൂട്ടി ഒരു 6 പേരെ കിട്ടി, ടോട്ടൽ 57 സീറ്റുകൾ പൊളിറ്റിക്കൽ പാർട്ടി എക്ക് കിട്ടുന്നു. അതായത് കമ്പാരിറ്റീവ്ലി ശക്തമായ ഒരു ഗവൺമെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്കൽ പാർട്ടി എ. ഇനി മറ്റൊരു തലത്തിൽ ചിന്തിക്കാം, ഇദ്ദേഹം തോറ്റുപോയി, അപ്പോഴും എന്താണ്,
പാർട്ടി മാറി അല്ലെങ്കിൽ കൂറ് മാറി മറ്റൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അദ്ദേഹം മിനിസ്റ്റർ ആകുന്നു അല്ലെങ്കിൽ മെമ്പർ ആകുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും എന്താണ് രാജ്യത്തിൽ കറപ്ഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹൗസുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലി പോലുള്ള നിയമനിർമ്മാണ സഭകളിലെ അംഗത്വവും മന്ത്രിസഭാ അംഗത്വവും പലപ്പോഴും വിലയ്ക്ക് വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു കറപ്ഷനിലേക്ക് പോകും. അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ആന്റി ഡിഫെക്ഷൻ ലോ ഉള്ളത്. എന്താണ് ആന്റി ഡിഫെക്ഷൻ ലോ, ഏത് വർഷമാണ് ഉണ്ടായത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആന്റി ഡിഫെക്ഷൻ ലോ ഇന്ത്യൻ ഭരണഘടനയുടെ 10ാമത് ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷൻ ലോയെ സ്ഥിതി ചെയ്യുന്നത്. 52ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം 1985 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10ാം ഷെഡ്യൂളിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നത്. The 10th schedule of Indian Constitution, which talks about the anti-defection law, is designed to prevent political defections prompted by the lure of office or material benefits or other like consideration. The anti-defection law was passed by Parliament in 1985 and reinforced in 2002. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്ന് വിട്ട മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയും എന്തിനു വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ പൊളിറ്റിക്കൽ സ്ഥാനമാനങ്ങളാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോഹം ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ലഭിക്കുന്നത് കൊണ്ടുമാകാം. എനിവേ ദീസ് ആർ ഓൾ ദി ട്രിഗർ ഫോർ കറപ്ഷൻ. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി 52ാമത് ഭരണഘടനാ ഭേദഗതി 1985 ഇന്ത്യൻ ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലേക്ക് ആന്റി ഡിഫെക്ഷൻ ലോ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. The 10th schedule of the Constitution of India, popularly referred to as Anti-Defection Law, it was inserted by 52nd Constitutional Amendment Act 1985 to the Constitution. ഇതൊക്കെ ചിലപ്പോൾ PSCയോ IBPS പോലുള്ള എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് അല്ലെങ്കിൽ ചോദ്യങ്ങളാണ്. എത്രാമത് ഭരണഘടനാ ഭേദഗതിയാണ്, അത് ഏത് വർഷമാണ് ഇൻസേർട്ട് ചെയ്തത്, ഏത് ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷൻ ലോ തുടങ്ങിയ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾക്ക് ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. Defection has been defined as to abandon a position or association, often to join an opposing group. അതായത് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ പ്രതീക്ഷിച്ചുകൊണ്ട് കൂറുമാറി ജോയിൻ ചെയ്യുന്നതിനെയാണ് ഡിഫെക്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The anti-defection law was enacted to ensure that a party member does not violate the mandate of the party, and in case he does so, he will lose his membership of the house. The law applies to both parliament and state assemblies. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ പാർട്ടി എയിലുള്ള ആള് എന്ത് ചെയ്യുന്നു, പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ബിയിലേക്ക് പോകുന്നു. ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ എന്താണ്, അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടി, അദ്ദേഹം എന്ത് ചെയ്തു, മത്സരിച്ചു, അദ്ദേഹം എന്താണ് ഒരു MLA അല്ലെങ്കിൽ MP ആയിട്ടുള്ള ആളാണ് ഒരു വ്യക്തി. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പാർട്ടിയിലെ അംഗത്വം രാജിവെക്കുകയോ അല്ലെങ്കിൽ പാർട്ടി മാൻഡേറ്റുകൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും, ഇദ്ദേഹത്തിന്റെ അസംബ്ലിയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അംഗത്വം കൂടി നഷ്ടമാകുന്ന രീതിയിലാണ് ആന്റി ഡിഫെക്ഷൻ ലോ ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നത്. The anti-defection law aims to prevent MPs from switching political parties for any personal moves. Not only MPs, MLAയും എന്താണ് ഇതിന്റെ അടിസ്ഥാനമാണ്. 10th schedule provisions under anti-defection law നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. The 10th schedule ഇത് പലപ്പോഴും പ്രിലിമിനറിക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ പറയാൻ പോകുന്ന ഓരോ പോയിന്റുകളും. അപ്പോൾ ഓരോ പോയിന്റുകളും വ്യക്തമായിട്ട് ഓർത്ത് വെക്കുകയും അതിനനുസരിച്ച് അല്ലെങ്കിൽ എക്സാംസിന് നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതും ഒന്ന് ഓർത്ത് വെക്കേണ്ട ആവശ്യകതയുണ്ട്. The 10th schedule includes the following provision with regard to disqualification of MP and MLAs on the grounds of defection. എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷന്റെ ഗ്രൗണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, if an elected member gives up his membership of a political party voluntarily. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഇപ്പോൾ XYZ എന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, പേഴ്സൺ എ, ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ട് കിട്ടി? പൊളിറ്റിക്കൽ പാർട്ടി ഇദ്ദേഹത്തെ കാൻഡിഡേറ്റ് ആക്കി, ഇദ്ദേഹം വിൻ ചെയ്തു. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം റിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ടി അംഗത്വം റിസൈൻ ചെയ്താൽ അതിനെ ഡിഫെക്ഷൻ ആയിട്ട് കരുതും, അല്ലെങ്കിൽ കരുതപ്പെടാം. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് രാജിവെച്ചാൽ, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്തായിരിക്കും? ഡിഫെക്ഷൻ ആയിട്ടായിരിക്കും കണക്കാക്കുക. ഇഫ് ഹി വോട്ട്സ് ഓർ അബ്സ്റ്റൈൻസ് ഫ്രം വോട്ടിംഗ് in the house contrary to any directions issued by his political party. നമുക്കറിയാം, പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങളാണ് പാർട്ടിയുടെ അംഗങ്ങൾ, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് അല്ലെങ്കിൽ പാർലമെന്റേറിയൻസ് അവിടെ വോട്ടായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പലപ്പോഴും വിപ്പ് എന്ന് പറയാറുണ്ട്. ഈ വിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ സെപ്പറേറ്റ് സെഷനിൽ നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് മാത്രം ഓർത്താൽ മതി. ഇൻസ്ട്രക്ഷന് എതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തുകയോ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറി നിൽക്കുകയോ ചെയ്താൽ അതും എന്താണ്? ഡിഫെക്ഷൻ ആയിട്ടാണ് കരുതപ്പെടുക. അതായത് പാർട്ടിയുടെ, അദ്ദേഹത്തിന്റെ മദർ പാർട്ടിയുടെ ഇൻസ്ട്രക്ഷൻസിന് വിരോധമായി അല്ലെങ്കിൽ വിപരീതമായി ആ വ്യക്തി വോട്ട് രേഖപ്പെടുത്തുകയോ വോട്ടിൽ രേഖപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറുകയോ ചെയ്താൽ that would be treated as a defection. If any member who is independently elected joins any political party. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഇലക്ഷന്റെ സമയത്ത് പാർട്ടിയുടെ മെമ്പേഴ്സ് ഉണ്ടാവും, പാർട്ടി പിന്താങ്ങുന്ന മെമ്പേഴ്സ് ഉണ്ടാവും, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് കടന്നു വന്നിട്ടുള്ള, മെമ്പറായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ that will also be treated as defection. അതായത് ഒരു സാമാജികനായിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മത്സരിച്ചു വന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുവാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ് ഈ പോയിന്റ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അദ്ദേഹം he should not join any political party if he got elected as in the grounds of independent, if he got elected independently, so that അത്തരത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് കടന്നു വന്നിട്ടുള്ള ആൾക്ക് he should not join any political party. നാലാമത്തെ പോയിന്റ്, if any nominated member joins any political party after the end of 6 months. അതായത് നമുക്കറിയാം, ഏതെങ്കിലും നോമിനേറ്റഡ് മെമ്പർ, നമ്മുടെ രാജ്യസഭയിലേക്ക് 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട്. ഈ 12 പേരിൽ അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ 6 മാസം കഴിയുന്നതിന് മുൻപ് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേരണമെങ്കിൽ ചേരാം. അതല്ല, 6 മാസം കഴിഞ്ഞും അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് എൻറ്റയർ ടേമിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻ കേസ് അദ്ദേഹം 6 മാസത്തിന് ശേഷം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അവകാശം സ്പീക്കർക്ക് അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്കുണ്ട്. The decision on disqualification questions on the ground of defection is referred to the speaker or the chairman of the house and his or her decision is final. All proceedings in relation to disqualification under this schedule are considered to be proceedings in the parliament or the legislature of a state as in the case. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രൗണ്ട്സ് ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. എന്നാൽ ചില എക്സെപ്ഷൻസും ഈ ഒരു നിയമം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. In the situation where 2/3 of the legislators of political party decide to merge to another political party, neither the members who decide to join nor the one who stay with the original party will face disqualification. അതായത് ഇവിടെ 2 പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടി എ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടി ബി. ഈ പൊളിറ്റിക്കൽ പാർട്ടി എയിൽ നിന്ന് എന്താണ്, ഏകദേശം 60 മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഈ 60 മെമ്പേഴ്സിൽ 2/3 ആളുകൾ, അതായത് ഏകദേശം 40 ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ പൊളിറ്റിക്കൽ പാർട്ടി എയിൽ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടി ബിയിലേക്ക് പോകുന്നുണ്ട്. അതായത് 2/3 ആളുകൾ എങ്ങോട്ട് പോവുകയാണ്? പൊളിറ്റിക്കൽ പാർട്ടി ബിയിലേക്ക് മാറുകയാണ്.
ആ സാഹചര്യത്തിൽ എന്താണ്, 2 ആളുകളാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്തെങ്കിൽ അതൊരിക്കലും പാർട്ടി മാറ്റമായിട്ട് കണക്കാക്കപ്പെടില്ല. അപ്പൊ അതിനെ എങ്ങനെയാണ് മർജിങ് എന്ന തലത്തിലേക്കാണ് കണക്കാക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് ചെയ്യില്ല, പാർട്ടി അംഗത്വവും നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഈ ബാക്കിയുള്ള 20 പേരുണ്ടോ, ആ 20 പേർക്കും എന്ത് നഷ്ടപ്പെടുന്നില്ല, ഇവരുടെ പാർലമെന്റിന്റെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ നേരിടേണ്ടതായിട്ട് വരില്ല. Any person elected as chairman or speaker can resign from his party and rejoin the party if he demits that post. ഏതെങ്കിലും വ്യക്തിക്ക് വേണമെങ്കിൽ ചെയർമാനോ സ്പീക്കർ ആയിട്ടോ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്യാം. അദ്ദേഹം ആ ചെയർമാൻഷിപ്പിന് ശേഷം തിരികെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യാനുമുള്ള സാഹചര്യമുണ്ട്. Early the law allowed parties to be split, but at present this has been outlawed. നേരത്തെ പാർട്ടികളെ സ്പ്ലിറ്റ് ചെയ്യാൻ അനുവദിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ 2002 ശേഷം അത്തരത്തിൽ പാർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ നിയമം എടുത്തു കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ 2 കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ഇവിടെ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഈ പോയിന്റ് ആയിട്ട് പറയുന്നു, ടോട്ടൽ മെമ്പേഴ്സിന്റെ 2 ആളുകൾ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അതിനെ ഒരു ഡിഫെക്ഷൻ ആയിട്ട് കരുതുന്നില്ല, പകരം എന്താണ്, അതിനെ ഒരു മെർജിങ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ മെർജ് ചെയ്യാൻ പോയിട്ടുള്ള 2 ആളുകൾക്കും റിമൈനിങ് ആയിട്ടുള്ള ആളുകൾക്കും എന്താണ്, ഇവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റേറിയൻ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ നേരിടേണ്ടതായിട്ടും വരുന്നില്ല. ഒരു ചെയർമാനോ സ്പീക്കറോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ റിസൈൻ ചെയ്യുകയും പിൽക്കാലത്ത് അദ്ദേഹം പ്രിസൈഡിംഗ് ഓഫീസർ അല്ലാതാകുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരികെ അദ്ദേഹം ഏത് പാർട്ടിയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത് ആ പാർട്ടിയെ ജോയിൻ ചെയ്യുവാനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ജുഡീഷ്യൽ റിവ്യൂ ഇതിന് ബാധകമാണോ എന്ന ഒരു കാര്യം കൂടി നമ്മളിവിടെ പരിശോധിക്കേണ്ടതുണ്ട്. Originally, the act provided that the presiding officer's decision was final and could not be questioned in any court of law. അതായത് പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനം അന്തിമമായിരുന്നു. എന്നാൽ 1993 കിഹോത്തോ ഹൊലോഹാൻ കേസ് പ്രകാരം the Supreme Court declared this provision as unconstitutional on the ground that it seeks to take away the jurisdiction of the Supreme Court and the High Court. ഹൈക്കോടതികളുടെ അധികാരത്തെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആയിരുന്നു ഇത്തരത്തിലുള്ള പ്രിസൈഡിംഗ് ഓഫീസർക്ക് അൾട്ടിമേറ്റ് അതോറിറ്റി നൽകുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ജുഡീഷ്യൽ റിവ്യൂ ഈസ് പോസിബിൾ, എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? The court held that while deciding a question under the 10th schedule, the presiding officer should function as a tribunal. Hence, his or her decision, like that any other tribunal, was subject to judicial review on the grounds of malafide, perversity, etc. But the court rejected that argument that the vesting of adjudicatory powers in the presiding officer is itself invalid on the ground of political bias. അതുകൊണ്ട് എന്താണ് ഈ വ്യക്തികൾ അല്ലെങ്കിൽ 10th ഷെഡ്യൂളിലെ ഒരു കേസുകൾ ഹിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ സ്പീക്കർ അല്ലെങ്കിൽ ചെയർപേഴ്സൺ will be acting as a presiding officer of a tribunal. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ട്രൈബ്യൂണൽസ്. ഇപ്പൊ ട്രൈബ്യൂണൽസ് എപ്പോഴും ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു എററിംഗ് ഫാക്ടർ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവകാശം ഹയർ കോടതികൾക്കുണ്ട്. സോ ദാറ്റ് ലൈക്ക് വൈസ് the judicial review is possible in this case as well. However, എന്നാൽ മറ്റൊരു ഒരു എക്സെപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ജുഡീഷ്യറിയിൽ ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറിന്റെ ഓർഡർ നൽകുന്നിടം വരെയും ഇന്റർവീൻ ചെയ്യില്ല. It held that there might not be any judicial intervention until the presiding officer gives his order. അതായത് അദ്ദേഹത്തിന്റെ ഓർഡർ വരുന്നതിന് മുൻപ് കോടതികൾക്ക് ഇടപെടാനുള്ള അവകാശമില്ല. അദ്ദേഹത്തിന്റെ ഓർഡർ വന്നതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ കോടതികൾക്ക് ഇടപെടാനുള്ള അവകാശം. Is there any time limit within which the presiding officer should decide?
There is no time limit as per the law within which presiding officer should decide on the play of disqualification. ഒരു പ്രത്യേക ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുള്ള ഭരണഘടന. അതുകൊണ്ട് തന്നെ the courts also can intervene only after the officer has made a decision. And so the only option for the petitioner is to wait until the decision is made. അതായത് ഒരു പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിരിക്കാത്തിടത്തോളം കാലം ഒന്ന് ഒരു പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. രണ്ട്, കോടതികൾക്ക് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ അല്ലെങ്കിൽ ചെയർപേഴ്സന്റെ അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കറുടെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറിന്റെ തീരുമാനം വരുന്നിടം വരെയും കോടതികൾക്ക് ഇന്റർവൈൻ ചെയ്യാനുള്ള അവകാശമില്ല. ഓൺലി വൺ തിങ് ദാറ്റ് a petitioner can do, that is just wait until the decision is made. There have been several cases where the court have expressed concern about the unnecessary delay in deciding such petitions. In a few cases, there have been situations where members who had defeated from their political parties continued to be the house member because of the delay in decision making of the speaker or chairperson. പലപ്പോഴും ഇങ്ങനെ അവര് വൈകുന്നത് കൊണ്ട്, തീരുമാനം വൈകുന്നത് കൊണ്ട്, ആ തീരുമാനം ലഭിക്കുന്നിടം വരെയുള്ള സമയങ്ങളിൽ that person is actually a member of that particular house, അല്ലെങ്കിൽ he holds the membership of that house he represented. There have been instances where opposition members have been appointed ministers in the government while still being members of the original political parties in the state legislature. Court's interpretation on the law while deciding on related matters. The Supreme Court has interpreted different provisions of the law. The phrase voluntarily gives up his membership has a wider suggestion than resignation. The law says that a member can be disqualified if he voluntarily gives up his membership. However, the Supreme Court has interpreted that without a formal resignation by the member, the giving up of membership can be inferred by his conduct. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അദ്ദേഹം എന്താണ്, even though അദ്ദേഹം മെമ്പർഷിപ്പ് അല്ലെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ absenteeism also can be treated as his voluntary giving up of membership. In other judgments, members who have publicly expressed opposition to their party or support for another party were considered as having resigned. അതായത് പബ്ലിക്കായിട്ട് ഒരു മെമ്പർ ഒരു തന്റെ പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാതെ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്താൽ അതും എന്തായിട്ട് കരുതണം, റെസിഗ്നേഷൻ ആയിട്ട് കരുതണം. Recently, the chairman of upper house of parliament disqualified 2 Janata Dal leaders from the house based on the allegation that was indulging in anti-party politics and they had voluntarily given up their membership of the party. അതുകൊണ്ട് തന്നെ എന്താണ്, ഏതെങ്കിലും ഒരു റെസിഗ്നേഷൻ ഫോർമൽ ലെറ്റർ നൽകുക മാത്രമല്ല അദ്ദേഹത്തിന്റെ വോളണ്ടറിലി ഗിവിംഗ് അപ്പ് ഓഫ് മെമ്പർഷിപ്പ് എന്ന ടേമിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെന്റ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ബി ട്രീറ്റഡ് ആസ് എ വോളണ്ടറി മെമ്പർഷിപ്പ്, ഗിവിംഗ് അപ്പ് ഓഫ് മെമ്പർഷിപ്പ്. രണ്ട്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ മെമ്പർ ആയിരിക്കുന്ന വ്യക്തി അതേ പൊളിറ്റിക്കൽ പാർട്ടിയെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാതെ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ്ലി പബ്ലിക്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്തായിട്ട് കരുതണം, റെസിഗ്നേഷൻ ആയിട്ട് കരുതണം എന്നുള്ളതാണ് കോടതിയുടെ ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത്. Does the anti-defection law affect legislators' ability to make decisions? The anti-defection law aims to maintain a stable government by ensuring that the legislatures do not switch side. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, എന്താണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോകുന്നു, അധികാരം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചെറിയ അല്ലെങ്കിൽ അധികാരമോ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റോ ബേസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടി സ്വിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി ഹോപ്പേഴ്സ് ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സ്റ്റേബിൾ ഗവൺമെന്റിനെ ഫോം ചെയ്യുക. സ്റ്റേബിൾ, നോട്ട് ഓൺലി സ്റ്റേബിൾ ഗവൺമെന്റ് ബട്ട് എ സ്റ്റേബിൾ ഒപ്പോസിഷൻ ആസ് വെൽ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ആന്റി ഡിഫെക്ഷൻ ലോ വന്നിരിക്കുന്നത്. ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഹിൻഡേഴ്സ് ദ ഓവർസൈറ്റ് ഫങ്ഷൻസ് ഓഫ് ദ ലെജിസ്ലേറ്റർ over the government by making sure that members vote based on the decision taken by the party leadership and not based on their constituents would like them to vote.
Political parties issue directions to MPs on how to vote on most cases. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു വിപ്പോൾ പാർട്ടി വിപ്പുകൾ നമ്മൾ നൽകുന്നുണ്ട്. ആ പാർട്ടി വിപ്പിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന അവകാശമാണ് മെമ്പേഴ്സിന് നൽകിയിരിക്കുന്നത്. ആന്റി ഡിഫെക്ഷൻ ലോ does not provide sufficient incentives to MP or MLA to examine an issue in depth and ponder over its participate in the debate. Anti-defection law does not provide sufficient incentives to an MP or MLA to examine an issue in depth and ponder over it to participate in the debate. The law breaks the link between the elected legislator and his elector. തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റേബിൾ ഗവൺമെന്റിനെ സ്ഥിതി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോ എപ്പോഴും നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഹോപ്പേഴ്സിനെ അല്ലെങ്കിൽ പാർട്ടി ഹോപ്പേഴ്സിനെ കൊണ്ടുവരാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോ. റെക്കമെൻഡേഷൻസ് ഹാവ് കം അപ്പ് റിഗാർഡിംഗ് ആന്റി ഡിഫെക്ഷൻ ലോ. ഒന്ന്, ദിനേശ് ഗോസ്വാമി. ഇതും പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാച്ച് ദ ഫോളോവിംഗ് പോലുള്ള സാധ്യതകൾക്ക് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, Dinesh Goswami Committee. Recommendation include the disqualification should be only for cases such as member giving up of membership of his political party voluntarily. Two, member voting or abstaining from voting opposed to party directions. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവണമെന്നാണ് ദിനേശ് ഗോസ്വാമിയുടെ അഭിപ്രായം. ഒന്ന്, അദ്ദേഹത്തെ പൊളിറ്റിക്കൽ പാർട്ടി മെമ്പർഷിപ്പ് വോളണ്ടറിലി റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. രണ്ട്, പാർട്ടി ഡയറക്ഷൻസിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കണം? ആന്റി ഡിഫെക്ഷൻ ലോ ഷുഡ് ബി ആപ്ലിക്കബിൾ ഓവർ ദെയർ. ലോ കമ്മീഷൻ 170th റിപ്പോർട്ട് ഡിലീറ്റ് ദ എക്സെപ്ഷൻസ് ഇൻ കേസ് ഓഫ് സ്പ്ലിറ്റ്സ് ആൻഡ് മെർജേഴ്സ്. ഒന്ന്, ഏതെങ്കിലും സ്പ്ലിറ്റോ അല്ലെങ്കിൽ മെർജേഴ്സോ സംഭവിക്കുകയാണെങ്കിൽ ഈ എക്സെപ്ഷൻസ് ഒഴിവാക്കണം അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ആപ്ലിക്കബിൾ ആക്കണം. കൺസിഡർ ദ പ്രീപോൾ ഇലക്ടറൽ ഫ്രണ്ട് ആസ് വൺ പാർട്ടി അണ്ടർ ദ 10th ഷെഡ്യൂൾ. അതായത് പ്രീപോൾ ഇലക്ടറൽ ഫ്രണ്ടുകളാണെങ്കിൽ അല്ലെങ്കിൽ അസോസിയേഷൻസ് ആണെങ്കിൽ, അതായത് പൊളിറ്റിക്കൽ പാർട്ടി എയും ബിയും കൂടെ ചേർന്ന് ഒരു AB പാർട്ടി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ യൂണിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്തായിട്ട് കണക്കാക്കണം? വൺ പാർട്ടി ആയിട്ട് കണക്കാക്കണം. Parties should issue whips only on critical situations or vote. Election Commission make the president or governor the decision maker with respect to disqualification, subject to binding advice from the Election Commission on the lines of disqualification based on Representation of People Act provisions regarding the office of profit. അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണറെയോ രാഷ്ട്രപതിയെയോ എന്താക്കണം? ഇതിന്റെ ഒരു ഡിസിഷൻ മേക്കർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ പാർട്ടി മെമ്പേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഭാ അംഗങ്ങളായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കറെ അല്ല, പകരം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കറെ, ബയസ്ഡ് ആകാത്ത ഒരു ഡിസിഷൻ മേക്കറെ, അതായത് ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റിനെ ആക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ അഭിപ്രായം. അപ്പൊ ചിലപ്പോൾ പ്രിലിംസിനോ PSCക്കോ IBPSനോ ഒക്കെ ചോദിച്ചേക്കാം, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് ടോട്ടലി റിലേറ്റഡ് ടു ആന്റി ഡിഫെക്ഷൻ 10th ഷെഡ്യൂൾ. Consider the following statement. The Constitution 52nd Amendment Act 1985 passed in the Lok Sabha on 30th January 1985. The Constitution 52nd Amendment Bill 1985 was introduced in Parliament by former Prime Minister Rajiv Gandhi. Constitution 52nd Amendment Act 1985 was amended by the Constitution 91st Amendment Act of 2003. The 91st Amendment Act of the Constitution amended the anti-defection law by adding the provision for disqualification of defectors and barring them from being appointed as ministers for a period of time. Which of the following statements are true? Option A, all four statements are true. Option A ആണ് correct ആയിട്ടുള്ള ആൻസർ. രണ്ട്, consider the following statement. Anti-defection law was inserted by a 52nd Amendment Act. Anti-defection law was mentioned in the 10th schedule of Indian Constitution. Choose the correct answer. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ തന്നു കളയും. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് നോക്കാം. ഓപ്ഷൻ A 1 only, option B 2 only, option C both 1 and 2, option D neither 1,
നോ 2. ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതാണ് ആന്റി ഡിഫെക്ഷൻ ലോയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് പലപ്പോഴും പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് മേക്ക് യുവർ നോട്ട്സ് ആൻഡ് ഫോളോ ദീസ് കൈൻഡ് ഓഫ് ലോസ് ആൻഡ് ഓൾ. അതിന്റെ അപ്ഡേഷൻസ്, അമെൻമെന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.